അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇരകൾ ലക്ഷ്മി ആൻഡ് മസ്താനി. മെയിൻ ആയിട്ട് ലക്ഷ്മി, ഇവൾക്ക് എന്താ കൊമ്പുണ്ടോ? ഇവളുടെ വിചാരം എന്താ വെച്ചാ ഇവളെന്തോ ഒരു സംഭവം എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ നടന്നു പോണത്. ഇപ്പൊ അടുത്ത് തന്നെ 2 ഇൻസിഡന്റ് ഉണ്ടായി. ഒന്ന് ഒനിയലിന്റെ ഇഷ്യൂ, 2 നൂറ ആൻഡ് ആദില ഇഷ്യൂ. കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ ജസ്റ്റ് ഒരു ക്ലിപ്പ് കൊടുക്കുക, ഒന്ന് കാണാം. അത് ഓക്കെ ആയിട്ടുള്ള ഒരു ടച്ച് അല്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടച്ച്. കംപ്ലീറ്റ്ലി ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ക്യാമറ എടുക്കും, ഇതൊരു കേസ് ആക്കും, എന്നിട്ട് നമുക്ക് ക്ലിയർ എന്റെ ക്യാരക്ടറിനെ പറഞ്ഞ വാക്കുകൾ കുടുംബത്തിൽ പറക്കണം, ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ലാലേട്ടന് മുമ്പിൽ എനിക്കിത് ഇഷ്യൂ റീച്ച് ചെയ്ത് ക്ലിയർ ചെയ്യണം. കാരണം ഇത് എൻ്റെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറയാം, ബാക്കി ആർക്കൊന്നും കുഴപ്പമില്ലാത്തതെന്ന്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ലായ്മയില്ല. അയ്യോ, ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്, അങ്ങനൊക്കെ നിൽക്കുന്നവരല്ല. നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. അയ്യോ, എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്നു. ഇപ്പൊ ഏകദേശം എല്ലാത്തിനും ഒരു ധാരണ കിട്ടിയില്ലേ? ലക്ഷ്മിന്റെ കാട്ടിക്കൂട്ടൽ കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മീനെ മാത്രം ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് ആ ലക്ഷ്മി വാ ലക്ഷ്മി എന്ന് വിളിച്ചു. ബാക്കിയുള്ള ആൾക്കാർ വലിഞ്ഞു കയറി വന്നാണ് ഓളുടെ തോന്നല്. എടി നീ എങ്ങനെയാണ് ആ പ്ലാറ്റ്ഫോമിൽ എത്തി, അതുപോലെ തന്നെയാണ് അവര് അവിടെ എത്തിയത്. പിന്നെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എന്ത് വായി തോന്നിയത് വിളിച്ചു പറയാന്നുള്ള തോന്നലുണ്ടല്ലോ, അത് മാറ്റി വെച്ചേക്ക്. ഒനിയലിന്റെ കേസിൽ തന്നെ നീ എന്തൊക്കെ പറയണേ? എടി ഇതല്ലാണ്ട് പുറത്തേക്കൊരു ജീവിതം ഉണ്ട്, അത് നീ മറക്കരുത്. നീ മാത്രല്ല മസ്താനിനോട് കൂടിയാണ് ഈ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആദില നൂറ ഇഷ്യൂ. എടി നീ ഏത് നൂറ്റാണ്ട് കാലത്താ ജീവിക്കണേ? അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, അവർ ഒരുമിച്ച് ജീവിക്കുന്നു. നിന്റെ ചിലവിനൊന്നല്ലല്ലോ ജീവിക്കണേ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം? അപ്പൊ ഇനി മേലാൽ ഇമാരി കൊണച്ച വർത്താനം പറയരുത്. പറഞ്ഞാൽ അണ്ണാക്കിലല്ല അന്നനാളത്തിൽ. ലാലേട്ടന് കിട്ടിയില്ലേ, അതേപോലെ എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടേണ്ടി വരും. സോ നീ നിന്റെ ഗെയിം അടിപൊളിയായിട്ട് കളിക്കുക, ഇതുപോലെ ചീപ്പ് കളികൾ കളിക്കരുത്. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ പറയുന്നില്ല എന്ന് വിചാരിച്ചതാ, പിന്നെ ഇത്രയൊക്കെ ആയില്ല, ഞാൻ എന്തായാലും പറയാന്ന് വിചാരിച്ചു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ ഗേ കപ്പിൾസും ഉണ്ട്, അതേപോലെ ലെസ്ബിയൻ കപ്പിൾസും ഉണ്ട്. ഇവരുടെയൊക്കെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കയറി നോക്കിയാൽ കത്രികക്കളി, കോൽക്കളി എന്നൊക്കെ കാണാം. എന്ത് വർത്താനാണിത്? കാരണം നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ നീ ജീവിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അവര് ജീവിക്കുന്നു. കാരണം ഇത് പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ്, അല്ലാണ്ട് ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. പണ്ടത്തെ ആൾക്കാർക്ക് അത് പുറത്തു പറയാൻ പേടിയും ധൈര്യക്കുറവുകൊണ്ടും അവരത് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് പുറത്തു പറയാനുള്ള ധൈര്യമുണ്ട്. നമ്മൾക്ക് ആരെയാണോ ഇഷ്ടം അയാൾക്ക് ആ തിരിച്ചും ഇഷ്ടം ഇങ്ങോട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ആരെയും പേടിക്കണ്ട. ഒന്നാമത് ഇവർക്കൊക്കെ ഫാമിലി സപ്പോർട്ട് വളരെ കുറവായിരിക്കും, കാരണം പഴയ ആൾക്കാരല്ലേ, പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു 8-10 ജീവിച്ച് പോണത് തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ കൊണച്ചൊരുമാതിരി വൃത്തികെട്ട കമന്റ് ഇടുമ്പോൾ എത്രമാത്രം വിഷമുണ്ടാവും നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ആ സ്ഥാനത്ത് എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കും, അപ്പൊ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും പോണു. ഇത്രേ ഉള്ളൂ. ബൈ.